വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം പാർലറിൽ കയറണം, വിഷ്ണു അച്ഛനെ കൈ കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, ഐസ്ക്രീം വാങ്ങി തരണമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനാണോ നിങ്ങൾ ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അത് ലെഫ്റ്റ് സൈഡിലെ കടയല്ലേ വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അച്ഛനും ഓർമ്മയുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യയും പപ്പിയും പറയുന്നുണ്ട്. പിന്നെ ഓർമ്മയില്ലാതെ പിന്നെ ഇന്ന് വയറ് നിറച്ച് രണ്ടിനും ഐസ്ക്രീം വാങ്ങിത്തരും എന്നൊക്കെ പറയുകയാണ്. അന്നേരം വയറ് നിറച്ചോ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ മതിയാകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അവർ ആ കടയിലേക്ക് അതെത്തി, കട അതാണെന്ന് സത്യം അറിയുമ്പോൾ എനിക്കറിയാടി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും വണ്ടിക്കകത്തിരുന്ന് ഇറങ്ങരുത്, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു കടയിലേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അയ്യോ കോൺ ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞില്ല. അന്നേരം അച്ഛൻ അറിയാമല്ലോ നമുക്കതാണ് ഇഷ്ടമെന്ന്, അച്ഛൻ അതേ വാങ്ങിക്കൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് കൊണ്ടുവരുന്നത് നോക്കാമെന്ന് പപ്പിയും പറഞ്ഞിട്ട് അവരിയ്ക്കുമ്പോൾ വിഷ്ണു കോൺ ഐസ്ക്രീം തന്നെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ വയറ് നിറച്ച് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം അത് ബീച്ചിൽ പോകുമ്പോൾ വാങ്ങിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ബീച്ചിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വണ്ടിക്കകത്തിരുന്ന് മതി കഴിക്കുന്നതൊക്കെ, പിന്നെ യൂണിഫോമിലൊന്നും ആക്കല്ലേ, ക്ലാസ്സിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾ ഐസ്ക്രീം അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് സന്തോഷത്തോടെ കാര്യമൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്. കുട്ടികളും ആകെ അങ്ങ് സന്തോഷത്തിലാണ്. അതിനുശേഷം അവർ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം രണ്ടുപേരെയും സത്യ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പപ്പിയെ വിഷ്ണു ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ ടാറ്റ, വൈകുന്നേരം നമുക്ക് ഉല്ലസിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കണം, അല്ല മറന്നോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കവിളിങ്ങനെ കാണിക്കുകയാണ്. അന്നേരം ഈ കുട്ടികൾ ഓടി വന്നിട്ട് വിഷ്ണുവിന് രണ്ട് കവിളിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും തിരിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം സത്യയ്ക്ക് കൊടുക്കുന്നുണ്ട്, നിനക്കും തരാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പപ്പിക്കും കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികൾ ഓടി ക്ലാസ്സിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് വിഷ്ണു ഇങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ ഡേവിസ് ശിവനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അന്നേരം ഡേവിസ് കാർ നിർത്തിയിട്ട് കാറിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം പിന്നെ ശിവനാണെങ്കിൽ ബുള്ളറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഡേവിസ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഞാൻ ഡേവിസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഡേയ്സിയുടെ കഴുത്തിൽ മിന്നു കെട്ടാൻ പോകുന്നവൻ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവൻ പറയുകയാണ്, ഞാൻ ഡേവിസ് എന്നൊക്കെ കേട്ടപ്പോൾ കുറച്ചുകൂടി ഒരു അലവലാതിയാണ് പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ, നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ രൂപം ഇങ്ങനെയാണെങ്കിലും സ്വഭാവം അതിൽ കൂടുതൽ മോശമാണ് എന്നിങ്ങനെ ഡേവിസ് പറയുന്നുണ്ട്. ഡേയ്സിയെ ഞാൻ മിന്നു കെട്ടിയിരിക്കും, നീ അവനാണെങ്കിൽ അവളാണെങ്കിൽ നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കരുത് എന്നൊക്കെ അറിഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏതോ സ്റ്റണ്ട് മാസ്റ്ററുടെ കൊച്ചുമകനാണെന്നോ പിന്നെ 6 അടി പൊക്കമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവൾ വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നീ അതിനൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് അവർ തങ്ങളിൽ കുറേ വാക്കേറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ഉഡ്ബിയെ പിന്നെ ആകാൻ പോകുന്നവളെ ഞാൻ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തവൾ നിന്നെ തള്ളി എന്നൊക്കെ ഡേവിസ് പറയുന്നുണ്ട്. അന്നേരം ശിവൻ ഇതെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനൊന്നും നീ ആയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അവസാനം കുറേ സംഭാഷണങ്ങൾക്ക് ശേഷം ശിവൻ ഇങ്ങനെ പറയുകയാണ്, അതെ നീ ആരാ വരുന്നതെന്ന് നോക്ക് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഡേയ്സി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ശിവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ ഡേയ്സി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കുറേ വട്ടം പറഞ്ഞല്ലോ നീ മിന്നു കെട്ടാൻ പോകുന്നവളെന്ന്, അപ്പോൾ അവളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നെഞ്ചിൽ ചേർന്നാണ് കിടക്കുന്നത്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് തെളിവാണ് നിനക്ക് പറഞ്ഞു തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ ഈ ഡേവിസ് പറയുന്നുണ്ട്, ഡേയ്സി വരുന്നതിന് മുമ്പേ അവൾ നിന്നെ വെറുക്കുക തന്നെ ചെയ്യും, ഞങ്ങളുടെ മിന്നു കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ കാണുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. പിന്നെ അപ്പോൾ നിനക്ക് മാറി നിന്ന് കരയാനേ കണ്ണീർ പൊഴിക്കാനേ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ നീ അങ്ങനെയൊന്ന് കാണിച്ചതാ, എങ്കിൽ നീ ആണാണെന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് ഞാൻ തരാമെന്നൊക്കെ ഇങ്ങനെ ഡേയ്സിയെ സ്വന്തമാക്കുകയാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഡേവിസ് പറയുന്നുണ്ട്. അന്നേരം നീ എന്തിനാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഡേയ്സി വരുന്നത് ഇങ്ങനെ കാണിക്കുന്നത്, ഡേയ്സി ചേർത്ത് പിടിക്കുന്നതൊക്കെ. അന്നേരം ഈ ഇടിയെന്നും പറഞ്ഞിട്ട് ഡേവിസ് ആണെങ്കിൽ ഡേയ്സി ഇങ്ങനെ അടിക്കാൻ കഴിയുമ്പോൾ തൊട്ടു പോകരുത് തന്നെയെന്ന് ഡേയ്സി പറയുന്നുണ്ട്. ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രണയമാണ്, ഞങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതിനുള്ള മറുപടി ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയവർക്ക് കാരണവന്മാർക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഡേവിസ് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അയ്യോ പോവുകയാണോ, ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി കേട്ടിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ കല്യാണമാണ്, കുറേ പാവങ്ങൾക്കൊക്കെ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നീയും കൂടി ഒരില ചോറ് വന്ന് കഴിച്ചിട്ട് പോകുമെന്ന് പറയുകയാണ്.
എന്നിട്ട് ശിവൻ പറയുന്നുണ്ട് ഇത് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്, ഇനി പിന്നെ വേലി കെട്ടി കരമടച്ച് റെസീറ്റ് അങ്ങോട്ട് വാങ്ങിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും ഡേസിയെ ചേർത്ത് പിടിച്ച് വീണ്ടും പറയുന്ന വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബന്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെല്ലുവിളിക്കുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവസാനം ശിവനാണെങ്കിൽ ഡേസിയോട് ഇങ്ങനെ വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്. ഡേസി കാറിലാണ് വന്നതെങ്കിലും ശിവൻ്റെ കൂടെ ഇങ്ങനെ ബുള്ളറ്റിൽ കയറുകയാണ്. എന്നിട്ട് ഡേവിസിന് ചുറ്റും ഇങ്ങനെ ഒരു വലം വെച്ചിട്ട് ശിവൻ വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അന്നേരം ആകെ ദേഷ്യത്തിൽ കലിപ്പോടുകൂടി ഇങ്ങനെ ഡേവിസ് നിൽക്കുകയാണ്. ഇതേ സമയം കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരികെ വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. പക്ഷേ പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചികിത്സ തുടങ്ങാനായിട്ട് വൈകി, പക്ഷേ വിഷ്ണുവിനെ ചികിത്സിച്ച് ഭേദമാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്തിരിക്കും എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞത് വണ്ടി ഓടിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേസമയം അവിടെ ശാരദാമ്മ ഇങ്ങനെ സ്വപ്നം കണ്ട കാര്യമൊക്കെ സത്യഭാമയോട് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് എന്തെങ്കിലും ആപത്ത് വരുമെന്നാണോ ശാരദാമ്മ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് എന്തിൻ്റെയോ ഒരു സൂചന തന്നെയാണ്. ദേ ഇപ്പോൾ അമ്പലത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമമൊക്കെ അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ വരുന്നുണ്ട്. അന്നേരം ഇതാര് ശാരദാമ്മയൊന്ന് രാഘവൻ നായർ ചോദിച്ചുകൊണ്ട് വരുന്നത്. പിള്ളയും വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഇരിക്കുന്നു പറയുന്നുണ്ട്. രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ ഇരിക്കുകയാണ്. പൊന്നി ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് എന്തോ ആപത്ത് വരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം ഒരു സ്വപ്നമൊക്കെ കണ്ടതല്ലേ, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടൂടെ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയല്ല, നമ്മൾ കാണുന്ന സ്വപ്നം വരാൻ പോകുന്ന ആപത്തിനെയും കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇനി ഭാമയും തുടങ്ങും വഴിപാടും അർച്ചനയൊക്കെ ആയിട്ട് എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന കൊണ്ടൊക്കെ മാറാത്ത ഏത് ആപത്താണുള്ളത് രാഘവേട്ടാന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ ഞാനൊരു വിഷ്ണുവിൻ്റെ കാര്യം നോക്കാനായിട്ട് ഞാനൊരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണുവോടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. ജീപ്പ് നിർത്തിയിട്ട് വിഷ്ണുവിനെ അകത്തേക്ക് കയറുകയാണ്. വിഷ്ണു അത് കേട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ജോത്സ്യൻ എന്ത് പരിഹാരമാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തൃപ്പങ്കോട്ട് ക്ഷേത്രത്തിലേക്ക് പോയി ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇനി അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു അങ്ങോട്ടത്തേക്ക് വരുന്നത്. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ റെഡിയാണ്, പക്ഷേ മരിക്കാതിരിക്കരുത്, ആയുസ് നീട്ടിക്കിട്ടണം എന്നിങ്ങനെ വിഷ്ണു ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അന്നേരം കളിയാക്കേണ്ട വിഷ്ണു, ഭഗവാന്മാർക്ക് പോലും ആപത്ത് വരുന്ന സമയമാണ് എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോകാമെന്ന്, എവിടെ വേണമെങ്കിലും പോകാൻ റെഡിയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം, ഒരു ഫാമിലി ട്രിപ്പ് പോലെ ഇരിക്കട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അങ്ങനെയെങ്കിൽ എങ്ങനെയായാലും എനിക്ക് അവിടെ പോയി ഹോമം നടത്തിയാൽ മതി എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ രണ്ടമ്മമാരെ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഏത് മരണമാണ് വന്ന് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നു, അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ അമ്മമാരുടെ സ്നേഹം കിട്ടാനായിട്ട് ഞാൻ എന്ത് പുണ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കണം. വിഷ്ണുവിൻ്റെ ആ ഒരു സംസാരത്തിൽ വിഷ്ണു കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോഴും രാഘവൻ നായർ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളായിരിക്കാം നിൻ്റെ അമ്മമാർ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ എല്ലാം നിങ്ങൾ, ഈ അച്ഛന് ഒരു റോളും ഇല്ലേ എന്നിങ്ങനെ ഒരു പരിഭവം എന്ന് പോലെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ രാഘവൻ നായരെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം അമ്പലത്തിൽ പോകുന്നതിൻ്റെ എല്ലാ ചുമതലയും അച്ഛൻ അങ്ങോട്ട് ഏറ്റെടുത്തോ, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, ഇനി ഒന്നിലും ഇടപെടുത്തിയില്ല എന്നുള്ളൊരു ചിന്ത വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ന് പോകാം, എല്ലാവരുടെയൊക്കെ സൗകര്യം നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അത് 15-ാം തീയതിക്ക് മുന്നേ പോകണം, എനിക്ക് 15-ാം തീയതി ഒരു യാത്രയുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല, അതാണ് പറഞ്ഞത് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. പക്ഷേ അന്നേരം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഈ സമയത്താണ് രേഷ്മ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നത്. അന്നേരം ഫോണിങ്ങനെ വെല്ലടിക്കുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാതിലിൻ്റെ അങ്ങോട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്താ രേഷ്മ ചോദിക്കുമ്പോൾ, എന്തായി കാര്യങ്ങൾ, ഇത് ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം 15-ാം തീയതി അല്ലേ നമുക്ക് പോകാം, പക്ഷേ അതിന് മുന്നേ ഒരു യാത്ര വന്നിട്ടുണ്ട്, കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനമെന്ന് വിഷ്ണു പറയുകയാണ്. വിഷ്ണു പതിയാണ് സംസാരിക്കുന്നത്, വാതിൽക്കൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം അത് നല്ലതല്ലേ, ഇതിൻ്റെ ഇടയിൽ അത് വന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും, എല്ലാം കൂടി നല്ലതാവട്ടെ എന്നിങ്ങനെ രേഷ്മ, എന്തായാലും മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ രേഷ്മ പറയുമ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ നടക്കട്ടെ, അപ്പോൾ 15-ാം തീയതി ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. രേഷ്മ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു അവിടേക്ക് വന്നിട്ട് തിരിച്ച് വരുമ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട്, ആരാടാന്ന്. അന്നേരം അത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് 15-ാം തീയതി യാത്ര എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്,
അപ്പോൾ 15-ാം തീയതി തന്നെ നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് പറയാം അല്ലേ രാഘവേട്ടാന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അതെ വിളിച്ച് പറയാം, ബാക്കി എല്ലാ ഒരുക്കങ്ങളെല്ലാം അതിന് മുന്നേ തുടങ്ങാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ശ്രദ്ധ മൈൻഡ് ഇങ്ങനെ മാറുന്നുണ്ട്. അത് രാഘവൻ നേരം എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല നമുക്ക് പൊയ്ക്കളയാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചിരി വരുത്തുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് സങ്കടത്തിലേക്ക് പോയി വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ രേഷ്മയുമായിട്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ ആ ഒരു ചികിത്സയുടെ കാര്യത്തിനായിരിക്കണം. മധുരയിലെ ആശുപത്രിയിലേക്ക് വിഷ്ണു ഒരിക്കൽ പോയല്ലോ. അപ്പോൾ ഈ രേഷ്മ പിന്നീട് വിഷ്ണുവിനോട് കാര്യങ്ങൾ തിരക്കി കാണണം. അപ്പോൾ രേഷ്മയോട് വിഷ്ണു പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ രേഷ്മയോടൊപ്പം ആയിരിക്കാം വിഷ്ണു ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പോൾ വീണ്ടും ഇതിനി ഒരു സംശയത്തിനിടയാക്കുമോ അതോ രേഷ്മ ഇനി ശാലിനിയെ കാര്യങ്ങൾ അറിയിച്ച് ക്ലിയർ ആക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു ശാലിനിയും കൂടി വരുമ്പോൾ ശിവൻ വരുന്നതും അവിടെ ഒരു സീൻ ഉണ്ടാകുന്നതുമൊക്കെ. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.